എങ്ങനെയുണ്ട് അമ്മൻ്റെ ഉപ്മാവ്? ആണോ? നമ്മളിന്ന് റവ ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ റവ ചൂടാക്കുകയാണേ. റവ ഉപ്മാവ് വയ്ക്കാൻ അങ്ങനെ അറിയാത്തതുകൊണ്ട് അമ്മ പറഞ്ഞുതരാൻ ഇവിടെ തൊട്ടടുത്തുണ്ട്. ആയോ? നല്ല ഫുള്ള് പിന്നെ സബോള അരിഞ്ഞിട്ടുണ്ട്, ചീനമുളക് ഉണ്ട്. ആയോ? നിർത്തിട്ടോ? ഇതിലല്ലല്ലോ വെള്ളം ഒഴിക്കേണ്ടത്, എണ്ണയിലല്ലേ? അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടണം. കടുക് ഇട്ടതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. കടുക് കിടക്കിടന്ന് പൊട്ടണം കേട്ടോ. എല്ലാ കടുകും പൊട്ടിയൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ല. നമ്മളതിലേക്ക് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വാടി വരട്ടെ. അത് അങ്ങനെ നമ്മൾ ഇഞ്ചിയും ചീനമുളകിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോൾ മാത്രമാണ് നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക. പിന്നെ കുറേ അളവുണ്ട് കേട്ടോ, ആ അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് ദിവസമായി നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കിടന്ന് നിരുത്സാഹപ്പെട്ടിരിക്കണം. അത് നമ്മളിപ്പോൾ റെഡിയാക്കി കൊടുക്കണ്ടാവും. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ റവ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം ഒരു പ്രതീക്ഷയാണ്. ഒരു കുടുംബത്തിൽ രണ്ടാൾക്കാരെ കാത്തിരിപ്പ്. എല്ലാം മകനെ ഏൽപ്പിച്ചിട്ടുള്ള അമ്മയുടെ ആ ഒരു നിരുത്സാഹമായിട്ടുള്ള നിൽപ്പും. തിളയ്ക്കുന്നത് കണ്ടാ. അങ്ങനെ നമ്മൾ റവ ഇട്ടിട്ടുണ്ട്. റവ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ. എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. ഫുള്ളാ? ആ, നെയ്യ് ഒഴിക്കണ്ടേ? ഇനി ഇളക്കി കൊടുക്കണ്ടല്ലോ? ഇപ്പൊ നമ്മളിങ്ങനെ നെയ്യിട്ട് ഇളക്കിയിട്ട് സുഹൃത്തുക്കളെ, ആ നെയ്യിന്റെ മണം അങ്ങനെ വരുമ്പോ എന്ത് രസാച്ചിട്ടാ. ഓഫാക്കിട്ടോ. അമ്മ പറഞ്ഞല്ലോ ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് അമ്മയ്ക്ക് തന്നെ ആദ്യം കൊടുത്തു നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇപ്പല്ലേ ചില്ലമ്മ ഉപ്മാവ് കഴിക്കാനുള്ള 2 ഗ്ലാസ് ചായ അമ്മയ്ക്കും എനിക്കും ഉണ്ടാ. അങ്ങനെ നല്ല അടിപൊളി ഉപ്മാവ് റെഡി കേട്ടാ. അങ്ങനെ കാലത്തെ പണി വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി പാത്രം കഴുകാൻ പോവാണ്. 2 പേര് ചായ കുടിച്ച പാത്രം, പിന്നെ ഈ ചായയുടെ പാത്രം കേട്ടോ. അത് കഴുകി കൊടുത്തിട്ട് നമ്മൾ ചോറിൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ്. അതുവരെയും നിങ്ങൾ വെയിറ്റ് ചെയ്യും. നമ്മൾ പാത്രം കഴുകാനുള്ളടത്തേക്ക് പോകാൻ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. കോഴി മക്കൾ എന്നെ പേടിച്ചിട്ട് തോന്നുന്നു. ഇപ്പോൾ ഈ വഴിക്ക് അങ്ങനെ വരവ് വളരെയധികം കുറവാണ്. അന്ന് ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ അവസ്ഥ. ചിഞ്ചട്ടി കഴുകളല്ലേ അമ്മ? വേറെ എന്തെങ്കിലും ഉണ്ടോ? പാത്രം കഴുകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കണ്ടോ, വെള്ളം അങ്ങനെ ഒഴിച്ചിടുക. ഇല്ലേ? വെള്ളം നമ്മൾ ഇതുപോലെ അങ്ങനെ ഒന്ന് തളിച്ചിടുക. സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ടോ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കാലിടുക. മുറ്റം തൂക്കണ പരിപാടിയൊക്കെ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ മുറ്റം തൂക്കണം. മൊത്തത്തിൽ ഇവിടെ അങ്ങനെ കാരടുണ്ട്, അവിടെയും കുറച്ച് കാരടുകളുണ്ട്. അതെല്ലാം തൂത്ത് വൃത്തിയാക്കണം നമ്മൾ. ഇവിടെയും കുറച്ച് വൃത്തിയാക്കാണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗം ഇതൊക്കെ പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുക്കറിലിടുക.
2 കപ്പ് വെള്ളം ഒഴിക്കുക. എല്ലാം സാധാരണത്തെ പോലെ തന്നെ, ഇതിൽ വെറൈറ്റി ഒന്നും ഇല്ല കേട്ടോ. പിന്നെ കുക്കറിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിട്ട് തീ കുറച്ച് വെക്കണം. തീ നമ്മൾ കുറച്ച് വെക്കണം. നമുക്ക് നമ്മുടെ മുറ്റം തൂക്കുന്ന ബാക്കി പണികളിലേക്ക് പോകാം. പരമാവധി വെയിൽ ചൂടാണെങ്കിൽ മുന്നേ മുറ്റടിച്ച് വരൊക്കെ അത്രയും നല്ലത് കേട്ടോ. പിന്നെ നീളമുള്ള ചൂലെടുക്കുകയാണെങ്കിൽ തണ്ടൽ വേദനയിൽ നിന്ന് നമുക്കൊരു ആശ്വാസവും കിട്ടും. മനസ്സിലായോ? ഞങ്ങളുടെ പെണ്ണുള്ള കാര്യമാണ് പറയണത് കേട്ടോ. ചില പെണ്ണുങ്ങൾക്ക് കുമ്പിട്ടടിക്കാൻ നല്ല മടിയായിരിക്കും. ഇതുപോലെ ഒന്നും കുനിഞ്ഞ് നിന്നിട്ട് ചിലപ്പോൾ പറ്റൂല അവർക്ക്. നല്ല നെയ്മീൻ മത്തി മേടിച്ചാണ്. ഓൾറെഡി പിന്നെ മത്തി കറി വെക്കുന്നത് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടുള്ളതുകൊണ്ട് ഇനി അത് ഇടുന്നില്ല, വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നീട്. ഓക്കെ.